നമസ്കാരം. കുപ്രസിദ്ധ അധോലോക ഗുണ്ടാത്തലവൻ ദാവൂദ് ഇബ്രാഹിമിനെ കുറിച്ചാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രധാന ചർച്ചകൾ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ദാവൂദിനെ പാകിസ്ഥാനിലുള്ള കറാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന വാർത്തകളാണ് ചൂടുപിടിച്ച ചർച്ചകൾക്ക് ആധാരമായിരിക്കുന്നത്. മോസ്റ്റ് വാണ്ടഡ് ഗ്യാങ്സ്റ്റർ എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ 67 വർഷത്തെ ജീവിതം സിനിമയേക്കാൾ ട്വിസ്റ്റ് നിറഞ്ഞതാണ്. ക്രിക്കറ്റും ബോളിവുഡ് പ്രണയവും കള്ളക്കടത്തും ഒരേപോലെ തന്നെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ദാവൂദ് ഇബ്രാഹിം 1993 മുംബൈ സ്ഫോടനത്തിലൂടെ മാതൃരാജ്യത്തിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവുണ്ടാക്കിയാണ് പാകിസ്ഥാനിലേക്ക് മുങ്ങിയത്. ദാവൂദ് കറാച്ചിയിൽ നിന്നും നേതൃത്വം നൽകുന്ന ഡി കമ്പനിക്ക് ഇപ്പോഴും ഇന്ത്യയിൽ വേരുകളുണ്ടെന്നാണ് വിവരം. പാക് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായാലും ദാവൂദിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പാക് ഭരണകൂടവും സൈന്യവും യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാറില്ല. ഇന്ത്യക്കെതിരെ ഒളിയുദ്ധം നയിച്ച ധീരനായ പോരാളിയാണ് അവർക്ക് ദാവൂദ്. ഇന്ത്യ രാജ്യം തേടുന്ന മോസ്റ്റ് വാണ്ടഡ് ഗ്യാങ്സ്റ്റർ ദാവൂദ് ഇബ്രാഹിം മരിച്ചെന്നോ ഗുരുതരാവസ്ഥയിലാണെന്നോ ഒക്കെ പലതവണ അഭ്യൂഹങ്ങൾ പരന്നിട്ടുണ്ട്. 2016 കാൽ മുറിച്ചു മാറ്റേണ്ടി വരുന്നത്ര ഗുരുതര അവസ്ഥയിലാണ് ദാവൂദ് എന്നായിരുന്നു വാർത്ത. ദാവൂദ് ഹൃദയാഘാതം മൂലം മരിച്ചെന്നായിരുന്നു 2017 റിപ്പോർട്ട്. ചിലർ ദാവൂദിന് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പല വ്യാജങ്ങളെയും പോലെ അതും തെറ്റാണെന്ന് ദിവസങ്ങൾക്കകം തെളിഞ്ഞു. പിന്നീട് 2020 കൊറോണ വൈറസ് ബാധിച്ച് ദാവൂദ് മരിച്ചെന്നും ചിലർ അവകാശപ്പെടുകയുണ്ടായി. ദാവൂദിനും ഭാര്യയ്ക്കും കോവിഡ് ആണെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ പിന്നീട് റിപ്പോർട്ട് തെറ്റായിരുന്നു എന്ന് തെളിയുകയായിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ വിഷം ഉള്ളിൽ ചെന്ന് ദാവൂദിനെ അതീവ ഗുരുതരാവസ്ഥയിൽ കറാച്ചിയിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ഇതോടെ ശനിയാഴ്ച മുതൽ കറാച്ചിയിലടക്കം പാകിസ്ഥാന്റെ പല ഭാഗത്തും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. പല പ്രദേശത്തും യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, എക്സ്, വാട്സപ്പ് മുതലായ സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇതിനിടെയാണ് ദാവൂദ് ഇബ്രാഹിം അത്യാസന്ന നിലയിലാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ദാവൂദ് ഇബ്രാഹിം മരിച്ചു എന്ന തരത്തിലും ചില വാർത്തകളും പാകിസ്ഥാനിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതേസമയം ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ദാവൂദിന്റെ അടുത്ത അനുയായിയായ ഛോട്ടാ ഷക്കീൽ ഈ വാർത്തകൾ എല്ലാം തന്നെ നിഷേധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഭായിയുടെ മരണത്തെ സംബന്ധിച്ചുള്ള കിംവദന്തികൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം 1000% ഫിറ്റാണ് എന്നുമാണ് ഛോട്ടാ ഷക്കീലിന്റെ വാക്കുകൾ. 1993 മുംബൈ സ്ഫോടനത്തിന്റെ സൂത്രധാരനായ ദാവൂദ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കറാച്ചിയിൽ നിഗൂഢ ജീവിതം തുടരുകയാണെന്നാണ് പറയുന്നത്. ദാവൂദ് കറാച്ചിയിൽ ഉണ്ടെന്നതിനെ നിഷേധിക്കാനാവാത്ത തെളിവുകൾ ഉണ്ടെന്ന് നേരത്തെ ഇന്ത്യ അറിയിച്ചിരുന്നു. 1970കളിൽ തുടങ്ങിയ ദാവൂദിന്റെ ഡി കമ്പനി കൊലപാതകം, പണം തട്ടൽ, മയക്കുമരുന്ന് കടത്ത് എന്നിങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. 2003 ഇന്ത്യയും US-ഉം ദാവൂദ് ഇബ്രാഹിമിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു. ഇയാളെ പിടികൂടാൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് $25 മില്യൺ പാരിതോഷികം US പ്രഖ്യാപിക്കുകയും ചെയ്തു. ദേശീയ അന്വേഷണ ഏജൻസി 25 ലക്ഷമാണ് ദാവൂദിന്റെ തലയ്ക്ക് വിലയിട്ടിരുന്നത്. എന്നിട്ടും പതിറ്റാണ്ടുകളായി പിടിക്കപ്പെടാതെ ഒളിവ് ജീവിതം തുടരുകയാണ് ദാവൂദ് ഇബ്രാഹിം. ലോകത്ത് എവിടെ കയറിയും ഓപ്പറേഷൻ നടത്താൻ കെൽപ്പുള്ള റോയും വലവിരിച്ചിട്ടും ദാവൂദ് ഇബ്രാഹിമിനെ ഇതുവരെ പിടികൂടാൻ കഴിയാത്തത് ദുരൂഹമായി തുടരുകയാണ്. അതേസമയം പാകിസ്ഥാൻ സർക്കാരിന്റെ സുരക്ഷിത വലയത്തിൽ ഉണ്ടായിട്ടും ദാവൂദ് ഇബ്രാഹിമിന് അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ഇന്റലിജൻസിന്റെ വിജയമാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നേരത്തെ പാകിസ്ഥാനിലും കാനഡയിലുമൊക്കെ ഇന്ത്യയുടെ ശത്രുക്കൾ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇന്ത്യൻ ഇന്റലിജൻസിന് പങ്കുണ്ടെന്ന് ആ രാജ്യങ്ങൾ ആരോപിച്ചിരുന്നു. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വരുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ദാവൂദ് ഇബ്രാഹിം കൊല്ലപ്പെട്ടോ അതോ സുരക്ഷിതനാണോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെങ്കിലും പാകിസ്ഥാൻ ഇക്കാര്യം മറച്ചുവെക്കുന്നതായും ആരോപണമുണ്ട്. ഒരുപക്ഷെ കൊല്ലപ്പെട്ടതാണെങ്കിൽ നാണക്കേട് ഭയന്നോ അല്ലെങ്കിൽ ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന ആഗോള പ്രതിച്ഛായയിൽ നിന്നും മുഖം രക്ഷിക്കാനോ ആണ് ഇങ്ങനെ ചെയ്തതെന്നാണ് അഭിപ്രായം. ന്യൂസ് ഡെസ്ക് തനിനിറം.